ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കത്തോലിക്ക പൗരോഹിത്യത്തിൽ ഒരു പ്രധാന മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗരോഹിത്യം സ്വീകരിക്കുന്നവരിൽ ആംഗ്ലിക്കൻ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരുടെ എണ്ണത്തിൽ വർധനവ്. 1992-നും 2024-നും ഇടയിൽ പൗരോഹിത്യം സ്വീകരിച്ച 3-ൽ ഒരാൾ ആംഗ്ലിക്കൻ പശ്ചാത്തലത്തിൽ നിന്ന് കത്തോലിക്ക പുരോഹിതനായി സേവനം അനുഷ്ഠിക്കുന്നുവെന്ന് സമീപകാല പഠനങ്ങൾ തെളിയിക്കുന്നു. ഇത് കത്തോലിക്ക സഭയുമായുള്ള ആംഗ്ലിക്കൻ സഭയുടെ കൂട്ടായ്മയിലേക്കുള്ള സ്ഥിരമായ ഒരു നീക്കത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. സെന്റ് ബർണബാസ് സൊസൈറ്റി നിയോഗിച്ചതും ബെനഡിക്ട് 16 സെന്റർ ഫോർ റിലീജിയൻ എത്തിക്സ് ആൻഡ് സൊസൈറ്റിക്ക് വേണ്ടി തയ്യാറാക്കിയതുമായ ഗവേഷണത്തിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഏകദേശം 700 മുൻ ആംഗ്ലിക്കൻ പുരോഹിതന്മാരും സന്യാസിമാരും കത്തോലിക്ക സഭയിൽ പ്രവേശിച്ചുവെന്ന് പഠനങ്ങൾ കണ്ടെത്തുന്നു. ഇതിൽ 16 മുൻ ആംഗ്ലിക്കൻ ബിഷപ്പുമാരും ഉൾപ്പെടുന്നു. 486 പേർ കത്തോലിക്ക പുരോഹിതന്മാരായും 5 പേർ സ്ഥിരം ഡീക്കന്മാരായും നിയോഗിക്കപ്പെട്ടു. ഓരോ വർഷവും ഏകദേശം 11 ആംഗ്ലിക്കൻ പുരോഹിതന്മാർ ഇത്തരത്തിൽ കത്തോലിക്ക സഭയിലേക്ക് വന്നിട്ടുണ്ടെന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നു. കണ്ടെത്തലുകളെക്കുറിച്ചുള്ള തന്റെ പ്രതിഫലനത്തിൽ വെസ്റ്റ്മിനിസ്റ്റർ ആർച്ച് ബിഷപ്പ് കർദിനാൾ വിൻസെന്റ് നിക്കോൾസ് ഈ പരിവർത്തനത്തെ വലിയ പ്രത്യാശയുടെ പ്രവൃത്തികളായാണ് വിശേഷിപ്പിക്കുന്നത്. പ്രാർത്ഥന, ബോധ്യം, ക്രിസ്തുവിന്റെ സഭയിലെ ദൃശ്യമായ ഐക്യത്തിനായുള്ള ആഗ്രഹം എന്നിവയാൽ രൂപപ്പെടുത്തിയ ഒരു തിരിച്ചുവരവ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.